ഹലോ ഗൈസ്, വെൽക്കം ടു യാസിം വ്ളോഗ്സ് ഫാമിലി. അപ്പോൾ യാസിം വ്ളോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം ശിങ്കൂട്ടോ. അപ്പോൾ എല്ലാവരും എന്തെല്ലാം സുഖമല്ലേ? കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ദുബായിലാണ്. ഞാൻ എൻ്റെ ഫാമിലീൻ്റെ ഒപ്പമാണ്, ഞാനും യാസിനൊക്കെയും. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ ഫാമിലീൻ്റെ അടുത്ത് നിൽക്കുമ്പം ഹാപ്പിനെസ് ആണല്ലോ. കുറെ നാൾക്ക് ശേഷമാണ് ഉമ്മാനൊക്കെ കണ്ടത്. പിന്നെ ഉമ്മ എന്താ, ഞാൻ വന്നപ്പോ ഉമ്മ സന്തോഷവതിയായോ? ഉണ്ട്, പ്രതീക്ഷിക്കാത്ത വരവ്. ഉമ്മാന്റെ കണ്ണൊക്കെ നിറഞ്ഞു തുളുമ്പി. ഉമ്മാക്കന്നെ മനസ്സിലായില്ല എന്ന് പറഞ്ഞത് പെട്ടെന്നായി. ജനുവരി പെട്ടെന്നായി. ഓക്കെ. അപ്പൊ ഉമ്മന്റെ കണ്ടിട്ട് ഉമ്മാക്ക് മനസ്സിലായില്ല അല്ലേ? ഉമ്മാക്ക് മനസ്സിലായില്ല. ഞങ്ങളിവിടെ വണ്ടി നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഔട്ടിങ്. നമ്മൾ ദുബായിലോട്ട് ഇറങ്ങിയതാണ്. വൈകുന്നേരമാണ് അജ്മാനിൽ നമ്മളിങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതേ വണ്ടി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ഇക്കാക്കത് കോളിലാട്ടോ. നമ്മളെന്താണ് അപ്പം ജസ്റ്റ് നമ്മൾ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പോയിട്ട് വീഡിയോ എടുക്കണം, എല്ലാം കാണിക്കണം. ഇവിടെയുള്ള ആൾക്കാർക്കായിരിക്കില്ല, പക്ഷെ നാട്ടിലുള്ള കുറച്ച് പേരുണ്ടാവുമല്ലോ, ഓർക്കൊക്കെ ഇത് കണ്ടിട്ട് നല്ല സന്തോഷമാവണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കവർ ചെയ്യാം അല്ലേ? അപ്പം യാസിനിക്കതേ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇക്കാക്കതേ ഫുൾ ബിസി ആയിട്ട് അവിടെ നടക്കും. നമ്മളിപ്പോൾ മെറീന വാക്കിൻ്റെ അവിടെ കേട്ടോ. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കാണ്. ഒരു 350 മീറ്റർ ഉണ്ടാവും. നല്ല അടിപൊളി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങുകളാണ് നമ്മൾ അല്ലേ? നല്ല അടിപൊളി സെറ്റപ്പിലാണ് പണിതേക്കുന്നത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അല്ലേ നമുക്ക് വേറെ പുറത്തൊന്നും പോവാൻ തോന്നൂല, ഇവിടെ വന്ന് സെറ്റിൽ ആവാനാ തോന്നാം. മനസ്സിലായോ? ഉണ്ട്. നമ്മ ബീച്ചിന്റെ സൈഡിൽ കൂടെ ബീച്ച്. ഇത് 2 മണിക്കൂർ ഇട്ടില്ലല്ലോ അളിയെ? അത് നന്നായി. ഇത് ബീച്ചല്ലല്ലോ. ഓക്കെ. അപ്പം നോക്ക് അവിടെ നല്ല അടിപൊളി സൂപ്പർ സ്ഥലങ്ങളില്ലേ. പിന്നെ പകലിനേക്കാളും നല്ല ഭംഗി എനിക്ക് തോന്നണേ രാത്രിയാണ്. ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് രാവെന്നോ പകലെന്നോ ഇല്ലാത്ത രീതിയിലാണ് അല്ലേ? ഇതൊക്കെ ഈന്തപ്പഴം. ഇത് ഈന്തപ്പഴം. നമ്മളിപ്പോ ഇവിടെ ഒരു സ്പോട്ടിൽ ഒന്നിരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അതാ ക്യാമറമാൻ നോക്കൂ, ബാക്കിലോട്ട് നോക്കുമ്പോൾ വൺ വ്യൂ, ഫുൾ ബിൽഡിങ്സ് ആൻഡ് ജെറ്റ് സ്കീ. കണ്ട ഇങ്ങനെ നിർത്തിയിട്ടേക്ക് ഇവരെങ്ങനെ ഇത് പുറത്തു കൂടെ എടുക്കും? പക്ഷെ ഇത്രയും ഇതായിട്ട് ഇവരെങ്ങനെ പുറത്തേക്ക് എടുക്കും? അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കൂലേ? ചെറുത് എന്തായാലും നല്ല രസമുണ്ട് ഇതില്. നമ്മൾ ആലപ്പുഴയിൽ പോയിട്ട് നമ്മള് ബോട്ടില് റിലാക്സ് ചെയ്യൂലേ, അതുപോലെ ഇപ്പൊ ഇവര് ഇതില് റിലാക്സ് ചെയ്യാ ബീച്ചില് പോയിട്ട്. ഇന്ത്യന്റെ റിച്ചസ്റ്റ് വേണമെങ്കിലേ. അംബാനിയേക്കാൾ പണക്കാരൻ? അംബാനിയേക്കാളില്ല. ഇത് നമ്മളവിടുത്തെ ജീജാണെന്ന് അറിയില്ല. ജീജെ മലയാളിയുടെ, പക്ഷെ അവിടുത്തെ സിംബലിന് കളർ വ്യത്യാസമുണ്ട്. അവിടെ അല്ല ഞാൻ പറയട്ടെ, ദുബായിലൊക്കെ ഈ മെറീനന്റെ സ്ഥലത്ത് ഇത്ര വലിയ ബിൽഡിംഗ് ഒക്കെ ആവുമ്പോ അംബാനിയേക്കാൾ പണക്കാരനാവൂലേ? അംബാനിക്ക് ഉണ്ടാവും ഇതിലൊന്ന്. ഏത്? റിലയൻസിന്റെ ഒക്കെ ഉണ്ടാവും. അംബാനിക്ക് ഇപ്പൊ ഇതൊക്കെ വാങ്ങിക്കാം. ഈ ഒരു ഏരിയ ഒക്കെ സിമ്പിൾ ആയിട്ട് മേടിച്ചു മേടിക്കാൻ പറ്റുമോ? പിന്നെ അംബാനി ലോക കോടീശ്വരിൽ 10-1 വരുന്ന ആളാണ് അംബാനി. ദുബായിത്തെ കോടീശ്വരന്മാരാണ്. ബോട്ടുണ്ട്, ചീപ്പാണത്. പറഞ്ഞേ ബോട്ടിൽ കയറി പോണം. അതിപ്പോ പ്രൈവറ്റാ.
അപ്പോൾ നമ്മൾ ഈ വാക്കിംഗ് മറീന നടന്ന് കാണാനുള്ള പരിപാടിയിലാണ്. ഇവിടുന്ന് ഇതുപോലത്തെ ബോട്ട് കിട്ടും. അതായത് 200 ദിർഹംസ് 150 വരെ ബാർഗെയിൻ ചെയ്താൽ കിട്ടും. അത് ഹാഫ് ആൻ അവർ. ഒരു 250 കൊടുക്കണമെങ്കിൽ 1 അവറിൽ ഏതൊക്കെ ഏരിയ കൊണ്ടുപോളിയാ? JBR, പിന്നെ ബ്ലൂ വാട്ടേഴ്സ്, പിന്നെ ടൈം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മറ്റേ അഡ്രസ് ഹോട്ടല്, പിന്നെ മറ്റേ അറ്റ്ലാന്റിസ് ഉണ്ട്. അവിടേക്ക് 1.5 hour 2 hour എന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ വലിയ വലിയ ബോട്ട് ഉണ്ട് കേട്ടോ. അതായത് 700 ദിർഹംസൊക്കെ കൊടുത്താൽ മതി. വലിയ പൈസ ഒന്നുമില്ല അല്ലേ? ബോട്ടല്ലേ, യോട്ട്. ആ യാച്ച് യാട്ട് അല്ല യാച്ച്. ആ നമുക്ക് ഒന്ന് ഗൂഗിൾ എടുത്താലേ. യാച്ച് എന്നല്ലേ പറയല്? യാച്ചിന് അത് എഴുതിയേക്കണാണ്, പക്ഷെ എഴുതിയേക്കണോക്ക് നോട്ടെ. അളിയൻ ജയിച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ എന്നെങ്ങാട്ടി മിടുക്കൻ അളിയനാണെന്ന് അളിയൻ തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. മലയാളത്തിൽ യാച്ച്. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മളെ കൊണ്ടുപോവുക. നമ്മളൊരു ബോട്ട് പറഞ്ഞൊക്കെ വെച്ചായിരുന്നു, പക്ഷെ നമ്മൾ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. നൈസായിരുന്നു കേട്ടോ. കേട്ടോ, അതിൽ 65 ദിനം ഇറങ്ങാനും കൊടുത്താൽ മതി. ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് വെള്ളവും കിട്ടും. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഗിംബൽ യൂസ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്നോളജി ഒന്ന് പഠിച്ച് വരുന്നേ ഉള്ളൂ ഗിംബലിൻ്റെ. അവർ 3 ആളും മുന്നിൽ നടക്കുന്നുണ്ട്. ശിങ്കു, നീ ചൂടാവുന്നൊക്കെ കിട്ടുന്നുണ്ട് കേട്ടാ. അല്ല, എൻ്റെ ഉണ്ട് മൈക്ക്. നീ ഉമ്മാന്റെ ഇവിടെ പിടിച്ചിങ്ങനെ തള്ളിയില്ലേ? വെറുതെ ഉമ്മ അത് സീരിയസ് ആക്കി. പണ്ട് നമ്മളെ കേരളത്തിൽ ആൾക്കാരെ കൂടുതൽ ഇവിടെ ദുബായിൽ നോക്കുമ്പോ ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് അറിയില്ല. ഇവിടെ ഇവിടെ തിരുന്നാലും ഇവിടെ റഷ്യൻസ് ആണ്, മൊത്തം റഷ്യൻസ്. ഞാൻ വിചാരിച്ചു ഒരു നമ്മള് ദ്രാസ്വിച്ച പറഞ്ഞപ്പോ തിരിച്ചു പറഞ്ഞ. റഷ്യയിൽ എന്തെങ്കിലും പറയും. റഷ്യൻ. സോ ഗൈസ്, എന്തെടുക്കണം എന്നറിയില്ല. അപ്പം ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ പോവാട്ടോ. ദുബായിലെത്തിയിട്ട് ആദ്യത്തെ സൽക്കാരത്തിന് പോവാണ്. എൻ്റെ വാപ്പാൻ്റെ പെങ്ങളെ മോൻ നിഷാദക്ക് ഫാമിലി ഇവിടെ ഉണ്ട്. ഒരു താഴെത്തിക്കണ്. അപ്പൊ നമുക്ക് താഴെത്തിയിട്ട് ബാക്കിയുള്ള വ്ളോഗ്സ് എടുക്കാം. അപ്പൊ ആദ്യത്തെ സൽക്കാരം ഇപ്പൊ സമയം 7:30 രാത്രിത്തെ ഫുഡ് പറയുകയാണ്. യെസ്, ലെറ്റ്സ് ഗോ. നമ്മള് പൊരേന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലല്ല, കുഴപ്പമില്ല. ഈ സൗണ്ട് കേട്ടോട്ടെ. ഇതായിച്ചു അത് നമുക്ക് ഉണ്ടാക്കട്ടോ. അത് ക്യാമറ നൈഫ് ചെയ്യുമ്പോൾ ക്യാമറ നൈഫ് എത്ര നോക്കുക. എന്ത് പറഞ്ഞാലും രക്ഷയ്ക്ക് പോകൂലേ. ഭക്ഷണം കഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാണ്. നമ്മളെങ്ങോട്ടാ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നിശ്ചയമൊന്നുമില്ല. ഞങ്ങൾ എവിടെ കണ്ടാലും ഞങ്ങൾക്ക് പുതിയതായത് കൊണ്ട് വലിയ വിഷയമില്ല. ഞാൻ പണ്ടൊരു 20 ദിവസം ഇതേപോലെ നിഷാദാക്കൻ്റെ അടുത്ത് വന്ന് നിന്ന് പോയതാ. പിന്നീട് നിന്നാ വരുന്നത്. കുറേ ചേഞ്ചസ് വന്നല്ലോ. അപ്പോൾ ഞങ്ങൾ അജ്മാനിൽ നിന്ന് ഷാർജയിൽ പോകും. ഷാർജയിൽ നിന്ന് നേരെ ദുബായിക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാണാൻ കാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ, വെറൈറ്റി ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ബ്ലോക്ക് തുടങ്ങുന്ന സ്ഥലം. വലിയ ബ്ലോക്ക് ഇല്ലല്ലേ? അന്നത്തേനായിട്ട് കുറേ ചേഞ്ചസ് ഉണ്ടോ? 4 കൊല്ലം മുന്നേ തന്നെ. അങ്ങനെ ദുബായിൽ എത്തിയിരിക്കുകയാണ്. ദുബായിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ സാധനം അൽ ബുർജ് ഖലീഫ.
ദുബായ് കണ്ടാലേ അല്ലേ രസമുള്ളൂ അല്ലേ? സത്യം നമ്മൾ അജ്മാനും ചാർജും പോരാ പോരാ. നിങ്ങൾ കയറിക്കണ അതിൻ്റെ ഉള്ളില്? ഇനി എത്ര ഫ്ലോർ ഉണ്ട് അപ്പൊ? 100 എത്ര ഇല്ലേ? അതില് ഏറ്റവും ടോപ്പത്തെ താഴത്തെ നിലയിൽ എൻ്റെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ. ഒക്കെ പറയാം. അടിപൊളി. നമ്മളിപ്പോ ഏത് റോഡിലേക്കാ പോണേ? ആ, നമ്മളിപ്പോ പോണേ ഷെയ്ഖ് സായിദ് റോഡ്. അതാണ് ഏറ്റവും റിച്ചസ്റ്റ് റോഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ദുബായിന്റെ പോർഷിങ് കാണിച്ചു. നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓ, ഈ ഒരു ഏരിയ കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഞാൻ പണ്ട് 2023 വന്നപ്പോൾ പോയിരുന്നു. അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ദുബായ് മാളിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബുർജ് ഖലീഫയിലെത്തും. ഇപ്പോഴും ഇവിടുത്തെ ഏറ്റവും വലിയ മാള് ദുബായ് മാളല്ലേ? പ്രവാസികൾക്കൊക്കെ എന്ത് ദുബായ് മാളിലെ ബുർജ് ഖലീഫ. ചിങ്കു കാണുന്നുണ്ടാ? ദുബായ് മെട്രോ ആണ് പോണത്. ക്യാമറ ഓണാക്കുമ്പോൾ പ്രത്യേക രസമുണ്ട് കേട്ടോ മൊത്തത്തിൽ കാണാൻ. ഓ, ദുബായ് സൂപ്പർ തന്നെ കേട്ടോ. നമ്മളെ അജ്മാന് മാതിരി ഒന്നല്ല. ദുബായ് ദുബായ് തന്നെ. ഇപ്പൊ ഒരു ബിൽഡിംഗ് കാണിച്ചാ മൈക്കില്ലാത്തോണ്ട് സൗണ്ട് കുറച്ച് ചിലപ്പോൾ കുറവുണ്ടാവും. നിങ്ങൾ വിഷയാക്കണ്ട. ഇതൊക്കെ കമ്പനീസ് ആണ്. റെസിഡൻസ് ഏരിയ ആണോ? കമ്പനീസ് കമ്പനി ഉണ്ടാവും അല്ലേ? അതാ പറഞ്ഞേ, ദുബായിൽ വരുമ്പോൾ കുടുംബക്കാരുടെ അടുത്തൊക്കെ വരുമ്പോൾ ഒരു ദിവസം കാർ എടുക്കുക, ഇങ്ങനെ കറങ്ങുക. അപ്പോൾ എല്ലാം കാണാം. എല്ലാവരും പറന്നിട്ട പോണ്. വന്ന് പാം ജുമേറ സൈഡിലോട്ട് വന്ന് ഞാൻ കഴിഞ്ഞ വട്ടം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ അതായത് ദുബായിലെ ഏറ്റവും പോർഷ് ഏരിയ കേട്ടോ, റിച്ച് ഏരിയ. ആയി ആ ഒരു കവാടം കണ്ടോ? അതൊരു ഹോട്ടലിലോട്ടുള്ളൊരു കവാടം കേട്ടോ. ആ ഇറങ്ങി ഇങ്ങനെ കയറുകയല്ലേ നമ്മള്. വെള്ളത്തിനടി പോവോ? അടിപൊളി കേട്ടോ. രസല്ലേ? നമ്മളെന്നായിരിക്കോ ഈ ഒരു ലെവലിലോട്ടൊക്കെ എത്തുക അല്ലേ? അത് മനസ്സിലാവും നമുക്ക്? ഇല്ലല്ലോ, മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും അല്ലേ? പക്ഷെ പാം ജുമേറ നമുക്ക് ആ ഏരിയ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അതാട്ടോ നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ കൂടെ പോണത്. ഓ, നമ്മളിവിടെ ഉള്ളത്. ഓക്കെ 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 ഓക്കെ. സോ ഗൈസ്, ഇതാണ് കേട്ടോ. ഇതുണ്ടോ നമ്മൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കയറി. ഈ ടണലിന്റെ മേലെ കൂടെ വെള്ളം പോകും. അടിപൊളി. ഈ ടണലൊക്കെ എന്തൊരു വൃത്തിയാണ്, എന്ത് രസമാണ്. ടണലിൽ കൂടെ അത് ആൾക്കാർ റോക്കറ്റ് വിട്ട മാതിരി പോണ്. ആ മാപ്പ് ഒന്ന് കൂടി തരി. നിങ്ങൾ ഈ മാപ്പ് നോക്കി, എന്ത് രസാണ്. ക്രിസ്ത്യാനോന്റെ വീട് തട്ടപ്പെട്ടെ ഇതില്. ഇവിടെ എന്റെ പുര ഇവിടെ
അതിൻ്റെ അയൽവാസിയാണ് ക്രിസ്ത്യാനോ. റിച്ചസ്റ്റ് ഹോട്ടലാട്ടോ ദുബായിത്തെ, അറ്റ്ലാന്റിസ്. വാ, കാണാൻ മാത്രം ഉണ്ടില്ലേ. ആ ഇനി വലുത് വന്ന് ഇവിടെ വരും സാർ. എത്ര $? 1000 അല്ല മറ്റേതെവിടെ? പിന്നെ 7 സ്റ്റാർ. ആ ബുർജിൽ അറബ് കാണാല്ലേ. അതിന് അടിപൊളിയാ. ഓ ഏത് ഹോട്ടലിപ്പോ? നിങ്ങള് ആ അതായത് നാട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ വരുമ്പോ കാണിക്കാൻ കൊണ്ടുവരുമ്പോഴാണല്ലേ നിങ്ങളൊക്കെ വരിക. ഓ എന്റെ മക്കളെ, ആ ഓര് തന്നെയാണിത്, ഓരോ പുതിയത്. ദൂരത്തു നിന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ചെറുതാണെന്ന്. ദ റോയൽ. വാവ്, നമ്മൾ പാം ജുമേറയിൽ ഇറങ്ങി. ജീവാഗൻ ഇവരൊന്നും ഇറങ്ങില്ല. സോ ഗൈസ്, എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് എന്താ വ്ളോഗ് എടുത്ത്? എന്തൊക്കെയോ ബുർജ് ഖലീഫയ്ക്കൊക്കെ പോയി, അക്കുനെ കണ്ട്, എല്ലാരെയും കണ്ട്. അന്ന് വീഡിയോ എടുത്തില്ലായിരുന്നു. നിങ്ങളെ പേരെന്താ നോക്കിയപ്പോ ഐഷു. വ്ളോഗിലെ ഒക്കെ ആ പേര് ഓർമ്മ. ഐഷ ഐഷ എന്ന് പറയുന്നുണ്ട്, ഓളുടെ മെമ്മറിയിൽ ഐഷ എന്ന് മാത്രം. അതുകൊണ്ട് ഇതായാലും നോക്കുമ്പോ ഐഷു. പിന്നെ കുറച്ച് പറയും കാക്ക. വലിയ രസമുണ്ടായി. ഇത് ചതയുന്നില്ല. അപ്പോൾ ഈ വ്ളോഗ് ഒന്നെങ്കിൽ നമ്മളിവിടെ അവസാനിപ്പിക്കും, അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കാം. ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലല്ലേ. എക്സസൈസ് ചെയ്യാൻ പറ്റൂല, നാളെ പോകേണ്ടി വരും. അപ്പോൾ